മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി.ജെ. റോയിയുടെ ആത്മഹത്യയിൽ ദുബായിലേക്കും കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ SIT. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും കേരളത്തിലെ വിവിധ പദ്ധതികളും SIT പരിശോധിച്ചു വരികയാണ്. അന്വേഷണത്തിനായി SIT നാളെ കൊച്ചിയിലേക്ക് എത്തും. റോയിയുടെ 3 മാസത്തെ കോൾ റെക്കോർഡ് ശേഖരിച്ചിട്ടുണ്ട്. റോയിയുമായി നിരന്തരം ബന്ധപ്പെട്ടവരുടെ പട്ടിക SIT തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ 20 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബോർഡ് അംഗങ്ങളുടെയും കുടുംബത്തിൻ്റെയും മൊഴിയും SIT ഉദ്യോഗസ്ഥരുടെ മൊഴിയും IT ഉദ്യോഗസ്ഥരുടെ മൊഴിയും എല്ലാം SIT പ്രത്യേകമായി രേഖപ്പെടുത്തുകയും ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ആണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. നവമി, റോയിയുടെ മരണത്തിന് ശേഷം ഒട്ടേറെ ദുരൂഹതകൾ ബാക്കിയാകുന്ന സാഹചര്യമുണ്ട്. IT ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കിടെയായിരുന്നു ആത്മഹത്യ. എന്തായാലും IT ഉദ്യോഗസ്ഥർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉണ്ടായിരുന്നത്. പരിശോധന നടത്തേണ്ട ആവശ്യകതയുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. SIT സംഘത്തിനും ഏതാണ്ട് ഇത് വിശ്വസനീയമാകുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇനി പരിശോധന വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായിരുന്നു ഈ മരണകാരണം, അതിനെക്കുറിച്ചാണ് പരിശോധിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് കോൾ റെക്കോർഡുകൾ, പ്രത്യേകിച്ച് ഇന്റർനെറ്റ് കോളുകളുടെ സാഹചര്യം, ഇതെല്ലാം പരിശോധിക്കുകയാണ്. എന്തിനാണ് ഇവർ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത്? എന്താണ് പ്രധാനമായും ദുബായിൽ അന്വേഷിക്കാൻ പോകുന്നത്? അഭിലാഷ്, റോയിയുടെ 3 മാസത്തെ ഫോൺ കോളുകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. അതിൽ റോയ് സ്ഥിരമായി വിളിക്കുന്ന അല്ലെങ്കിൽ നിരന്തരം വിളിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അവരെ ബന്ധപ്പെടുക, അവരോട് എന്തൊക്കെയാണ് റോയ് അവസാന ദിവസങ്ങളിൽ സംസാരിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ മാനസികമായി മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രതിനിധികളുമായിട്ടൊക്കെ പങ്കുവച്ചിരുന്നോ എന്നതാണ് അന്വേഷണ സംഘത്തിന് അറിയേണ്ടത്. ആ രീതിയിലേക്കുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഈ റോയിയുടെ കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ, ഇവരുടെയൊക്കെ വിശദമായ മൊഴിയെടുത്തു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ റോയുമായി അടുത്തു നിൽക്കുന്ന സുഹൃത്തുക്കളുടെ ഉൾപ്പെടെയുള്ള മൊഴിയെടുത്തിരുന്നു. അവർ പറയുന്നത് ഈ സമയങ്ങളിലൊക്കെ, അതായത് ആത്മഹത്യയ്ക്ക് മുൻപുള്ള ദിവസങ്ങളിലൊക്കെ റോയ് തങ്ങളോട് സംസാരിച്ചത് സാധാരണ പോലെ സന്തോഷത്തോടുകൂടി തന്നെയാണ്, വളരെ ഉത്സാഹത്തോടു കൂടി തന്നെയാണ് റോയിയെ തങ്ങൾ പരിചയപ്പെട്ടതും അല്ലെങ്കിൽ തങ്ങളുമായിട്ട് സംസാരിച്ചതും. അങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യേണ്ട ഏതെങ്കിലും കാരണം റോയിയെ അലട്ടിയിരുന്നതായി തങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നുള്ളൊരു മൊഴിയാണ് സുഹൃത്തുക്കളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇവരുടെ ഈ റോയിയുടെ ആത്മഹത്യയുടെ ഞെട്ടിൽ നിന്ന് ഇപ്പോഴും അവർ മുക്തരായിട്ടില്ല. കാരണം അവർ ആവർത്തിച്ച് ഇവരുടെ മൊഴികളിൽ പറയുന്നത് റോയിക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായതായി തങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നാണ്. നേരത്തെ റോയിയുടെ ഡ്രൈവറും അത്തരത്തിലുള്ള മൊഴിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം, ഈ ബോർഡ് മീറ്റിംഗ് നടന്നത് നവമി, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് സ്വാഭാവികമായും റോയിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ മൊഴിയാണിത്. അവിടെ ഇതുപോലുള്ള ഒരു മൊഴിക്ക് തന്നെയാണല്ലോ സാധ്യതയും നമ്മൾ കാണേണ്ടത്. മറ്റു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള മൊഴികൾ നൽകിയാൽ പിന്നീട് അതിലേക്ക് കൂടുതൽ അന്വേഷണം പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചേർന്ന് നിൽക്കുന്നവർ അത്തരത്തിലാണ് മൊഴി നൽകുക. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ അയച്ച മെസ്സേജുകളുണ്ട്. ട്രബിളിൽ ആണ് എന്ന് പറയുന്ന തരത്തിലുള്ള സന്ദേശം, ഈ റെയ്ഡ് ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്ന് സഹോദരനോട് പറഞ്ഞിരുന്നു എന്ന സാഹചര്യം. അപ്പോൾ പൂർണ്ണമായും അദ്ദേഹം സന്തോഷവാനായിരുന്നു എന്നത് ഒപ്പം നിന്നവർ പറഞ്ഞാൽ പോലും അന്വേഷണ സംഘത്തിന് അതങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ നവമി. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിലാഷ്. സഹപ്രവർത്തകരുടെ മൊഴി അനുസരിച്ച് റോയ് പൂർണ്ണ സന്തോഷത്തിലായിരുന്നു. സാമ്പത്തികമായിട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, കമ്പനിപരമായി ഏതെങ്കിലും ഒരു സ്ട്രഗിളിലാണോ എന്ന കാര്യം ഒന്നും തന്നെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്നവരോടോ പങ്കുവച്ചിരുന്നില്ല. പക്ഷേ കുടുംബം SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിൽ വിഷാദ രോഗത്തിന് ചികിത്സ തേടിയിരുന്ന ഒരു വ്യക്തിയാണ് സി.ജെ. റോയ്. അങ്ങനെ എന്താണ് ഒരു വിഷാദ രോഗത്തിലേക്ക് പോകുന്ന തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ റോയിയെ അലട്ടിയിരുന്നോ, കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാമോ എന്നതും അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ കുടുംബം തീർച്ചയായും അതാണ് നവമി നമ്മൾ ആവർത്തിക്കുന്നത്.
ഈ മൊഴികൾ എന്നത് നൽകുന്നവർ, അതായത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ചില വിഷയങ്ങളോ മറ്റേതെങ്കിലും, നമുക്കിപ്പോഴും ഇതൊന്നും അനുമാനിക്കാൻ സാധിക്കില്ല, ചില സൂചനകൾ മാത്രമാണ്. കാരണം IT വകുപ്പ് തുടർച്ചയായി റെയ്ഡ് നടത്തുമ്പോൾ അത് കേവലമായ ഒരു പരിശോധനയായി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. മറ്റൊന്ന്, റോയിയെ പോലെയുള്ള ഒരാൾ കോടികളുടെ ആസ്തിയുള്ള ആളാണ്. ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായ പ്രശ്നങ്ങളാണ് എങ്കിൽ അതിനിപ്പോൾ എത്ര ഉന്നതമായ കോടതി, പരമോന്നതമായ കോടതിയിലടക്കം പോയി എത്ര സമർത്ഥനായ, എത്ര പണം നൽകിയിട്ട് ഹാജരാകുന്ന അഭിഭാഷകന് വേണമെങ്കിലും ഹാജരാക്കാൻ ശേഷിയുള്ള ആൾ ആണ്. അങ്ങനെയൊന്നുമുള്ള ഒരു പ്രതിസന്ധിയും റോയ്ക്കുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അവിടെയാണല്ലോ ഈ മൊഴികളിലെ വൈരുദ്ധ്യം. ഒരു ഭാഗത്ത് റോയിയുടെ ഡ്രൈവർ പോലും പറയുന്നു അദ്ദേഹം വലിയ സന്തോഷവാനായിരുന്നുവെന്ന്. അതേസമയം തന്നെ വിഷാദമായ രോഗത്തിന് അദ്ദേഹം ചികിത്സ തേടിയിരുന്നു, മാനസികമായ പ്രശ്നം അദ്ദേഹം നേരിട്ടിരുന്നു എന്നതിന് ഡോക്യുമെന്റുകളും ഉണ്ടാകുന്നു. അതെ, അത് തന്നെയാണ് SITയുടെയും സംശയം. ഈ IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അവർ നൽകിയിരിക്കുന്ന മൊഴി, അതായത് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി, തങ്ങൾ ഒരു വിധത്തിലുള്ള സമ്മർദ്ദവും റോയ്ക്ക് മേൽ ചുമത്തിയിരുന്നില്ല. പകരം ചില രേഖകൾ, ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ രേഖകൾ ഹാജരാക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്ന കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ എന്താണ് ഈ IT ഉദ്യോഗസ്ഥർ റോയുടെ ഓഫീസിൽ, കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസിലെത്തി അവിടെ ഒരു പരിശോധന നടത്താനുണ്ടായ കാരണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം തേടുന്നത്. അതിനു വേണ്ടിയിട്ടായിരിക്കും നാളെ കൊച്ചിയിലെത്തുന്ന സംഘം ആദായ നികുതി ഓഫീസിലെത്തും. അവിടെ വെച്ച ഈ രേഖകൾ പരിശോധിക്കും. കാരണം കൊച്ചിയിലെ ഉദ്യോഗസ്ഥരാണ് റോയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയത്. ആ രേഖകൾ പരിശോധിക്കും, അവരുടെ മൊഴി വീണ്ടും എടുക്കും. അതേ സാഹചര്യത്തിൽ തന്നെയാണ് കൊച്ചിയിലെ ഓഫീസിൽ, കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കൊച്ചിയിലെ പാലാരിവട്ടത്തുള്ള ഓഫീസിലേക്കും സംഘം എത്തും. അവിടെ ഇപ്പോൾ അതിന്റെ ചുമതലയുള്ള TJ ജോസഫിന്റെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവിടെയുള്ള സഹപ്രവർത്തകരോട് കാര്യങ്ങൾ ചോദിക്കും. അതോടൊപ്പം തന്നെ ഈ ബോർഡ് മീറ്റിംഗിൽ, അവസാനമായി റോയ് പങ്കെടുത്ത ബോർഡ് മീറ്റിംഗിൽ പങ്കെടുത്തവരാരൊക്കെയാണ്, ആ യോഗത്തിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്, ഈ റെയ്ഡിന് ശേഷമുള്ള യോഗങ്ങൾ, അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഈ റെയ്ഡ് ആരംഭിച്ചിരുന്നു, ആ യോഗങ്ങൾ, റെയ്ഡിന് ശേഷം ഒരു ബോർഡ് മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നു, അതിലേതെങ്കിലും തരത്തിലുള്ള സൂചന റോയ് നൽകിയിരുന്നോ എന്നീ കാര്യങ്ങളായിരിക്കും പ്രധാനമായും SIT പരിശോധിക്കുക. ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, റോയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു കാരണം ഉണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നത്. കാരണം ഈ റോയുടെ ബംഗളൂരുവിലെ ഓഫീസിൽ നിന്നും ലഭിച്ച ആത്മഹത്യാ കുറിപ്പിന് സമാനമായിട്ടുള്ള ഡയറി കുറിപ്പിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, അത് കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന്, തനിക്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളുണ്ടായി, നഷ്ടങ്ങളുണ്ടായി, തിരിച്ചടികളുണ്ടായി, ഒപ്പം നിൽക്കുന്ന നിക്ഷേപകരെ വഞ്ചിക്കരുത്, ഒപ്പം കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിർദ്ദേശമൊക്കെ ആ കുറിപ്പിലുണ്ട്. അതിനർത്ഥം നേരത്തെ തന്നെ റോയ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നതാണ്. പക്ഷേ അതിനുള്ള കാരണമാണ് SIT കണ്ടെത്തുന്നത്. സഹപ്രവർത്തകരിൽ നിന്നുള്ള മൊഴിയോ അല്ലെങ്കിൽ റോയുമായി ഒപ്പം നിൽക്കുന്നവരുടെ മൊഴിയിൽ നിന്നും അത്തരത്തിലുള്ള സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം കേരളത്തിലെയും ദുബായിലുമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. പ്രത്യേകിച്ച് കേരളത്തിൽ വീണ്ടും കുറച്ചുകൂടി സജീവമാകാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കളെയും സിനിമാ മേഖലയിലുള്ളവരുമായി ബന്ധപ്പെട്ടു, അവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡിനെ തുടർന്ന് പലരും നിക്ഷേപം പിൻവലിച്ചു എന്ന വിവരം കൂടി SITക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 ദിവസങ്ങളിൽ SITയുടെ പരിശോധനയിൽ പല രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരോ ഒക്കെ ചോദ്യമുനയിലെത്തും എന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. എന്നാലും നാളെ ആയിരിക്കും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസിലെത്തി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടും മറ്റ് ഉദ്യോഗസ്ഥരോടുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുക. ചില പേപ്പറുകൾ തങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കണമെന്നൊരു നിർദ്ദേശം കൂടി SIT മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.